ഹലോ ഗായ്സ്, ഇപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കൺക്ലൂഷൻ വരെ അല്ലേ പറഞ്ഞത്. അപ്പോൾ കൺക്ലൂഷനിൽ ദ ഇന്ത്യൻ ഡെവലപ്മെൻറ്റ് അപ്ഡേറ്റ് ഓഫ് ദ വേൾഡ് ബാങ്ക് ഉണ്ട് കേട്ടോ. വേൾഡ് ബാങ്കിൻ്റെ ഇന്ത്യയിലത്തെ ഡെവലപ്മെൻറ്റ് അപ്ഡേറ്റ് തരുന്നത് വേൾഡ് ബാങ്കാണ്. ഓക്കെ, പബ്ലിഷ്ഡ് ഇൻ November 2022 observes that India had to face an unusually challenging external environment following the Russia-Ukraine war കാരണം ഇൻക്രീസ്ഡ് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തു ആൻഡ് കമ്മോഡിറ്റി പ്രൈസസും ഇൻക്രീസ് ചെയ്തു ആൻഡ് പേഴ്സിസ്റ്റൻറ്റ് ഗ്ലോബൽ സപ്ലൈ ഡിസ്റപ്ഷൻസ്. അതേപോലെ തന്നെ ഈ ടൈറ്റർ ഫിനാൻഷ്യൽ കണ്ടീഷൻസാണ്, ഹൈ ഡൊമസ്റ്റിക് ഇൻഫ്ലേഷണറി പ്രഷറൊക്കെ ആയിരുന്നു ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. ഡെസ്പൈറ്റ് ഓൾ ദീസ് ദ റിയൽ GDP ഓഫ് ദ ഇന്ത്യ ഗ്രോ ബൈ 6.3% ഇൻ സെപ്റ്റംബർ 2022-23 നോക്കുകയാണെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് നോക്കിയത് 6.3 ആണ് ഗ്രോത്ത് വന്നിട്ടുള്ളത്. ഇനി ഡ്രൈവൻ ബൈ സ്ട്രോങ് പ്രൈവറ്റ് കൺസംഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, പ്രൈവറ്റ് കൺസംഷനും ഇൻവെസ്റ്റ്മെൻറ്റും ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഗ്രോത്ത് വന്നത്. 6.3 ആണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് 2022-23 GDP. ദ റിപ്പോർട്ട് ഒബ്സർവ്സ് ദാറ്റ് ഇന്ത്യാസ് റിപ്പോർട്ട് വേൾഡ് ബാങ്ക് ഇറക്കിയിട്ടുള്ള ഇന്ത്യൻ ഡെവലപ്മെൻറ്റ് അപ്ഡേറ്റ്. ഇത് ഞാനിങ്ങനെ വീണ്ടും വീണ്ടും പറയാൻ കാരണം ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് നോക്കട്ടെ, ക്വസ്റ്റ്യൻ ഇപ്പോൾ വരും. ദ റിപ്പോർട്ട് ഒബ്സർവ്സ് ദാറ്റ് ഇന്ത്യാസ് എക്കണോമി ഈസ് റിലേറ്റീവ്ലി more insulated from global spillovers than other emerging market and is less exposed to international trade flows on account of reliance on its large domestic market. As such, അതുകൊണ്ട് തന്നെ compared to other emerging economies, India is much more resilient to withstand adversities in the global arena. അപ്പം മറ്റുള്ളവരെക്കാളും കൂടുതൽ പ്രതിരോധിക്കാനുള്ളൊരു റെസീലിയൻസ് ഉണ്ട് ഇന്ത്യക്ക് എന്നാണ് പറഞ്ഞത് അതർ എമർജിങ് എക്കോണമീസ് നോക്കിക്കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഈ റിപ്പോർട്ട് ഒബ്സർവ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ സ്പില്ലോവേഴ്സിൽ നിന്നൊക്കെ ഇൻസുലേറ്റഡ് ആണ്. അതായത് ഈ ചലഞ്ചസ് ഒക്കെ ഉണ്ടാവുമല്ലോ, ലൈക്ക് ഈ ബിസിനസ് സൈക്കിളൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അതിനെയാണ് ഈ ഗ്ലോബൽ സ്പില്ലോവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഇന്ത്യ വല്ലാണ്ടൊന്നും ഓപ്പണായിട്ട് ഇൻ്റർനാഷണൽ ട്രേഡിലേക്ക് കടക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനത്തെ സ്പില്ലോവേഴ്സ് ഒന്നും ഇങ്ങോട്ട് വരലില്ല എന്നാണ് പറയുന്നത്. മറ്റൊരു രാജ്യത്തൊരു നെഗറ്റീവ് ഇഫക്റ്റ് വരുമ്പോൾ നമ്മളെ രാജ്യത്തേക്ക് അത് പകരില്ല, അങ്ങനത്തതൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതേ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ ഇരിക്കുന്നു. ദ ഇന്ത്യൻ ഡെവലപ്മെൻറ്റ് അപ്ഡേറ്റ് റിപ്പോർട്ട് പബ്ലിഷ്ഡ് ഇൻ November 2022 ഈസ് പബ്ലിഷ്ഡ് ബൈ ആരാണ്? വേൾഡ് ബാങ്ക്. ഇനി അത് കൂടാതെ ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻറ്റേർണൽ ട്രേഡ് എന്ന് പറഞ്ഞിട്ട് DPIIT ഉണ്ട്. ഞാൻ ഗ്യാരണ്ടി തന്ന പോലെ എൻ്റെ ക്ലാസ് കണ്ട കുട്ടിക്ക് 100 out of 100 എക്കണോമിക്സിൽ കിട്ടിയിരിക്കും എന്നാണ് എൻ്റെ ഗ്യാരണ്ടി. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ പോയിൻറ്റ്സും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഉൾപ്പെടുത്താത്ത പോയിൻറ്റ്സിനെ ഞാനിപ്പോൾ ക്വസ്റ്റ്യൻ ആക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉൾപ്പെടുത്താത്തൊരു പോയിൻ്റ് ആയിരുന്നു ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻറ്റേർണൽ ട്രേഡ് ഉണ്ടായിരുന്നു. അതിൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ ഫോർമുലേഷനും ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് സ്ട്രാറ്റജീസ് ഫോർ ദ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ആയിരുന്നു. അപ്പം ഇവരെന്ന് പറഞ്ഞാൽ ഫോർമുലേഷനും ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ ഇൻഡസ്ട്രിയൽ പോളിസി, വ്യവസായത്തിൻ്റെ നയങ്ങളെല്ലാതും കൊണ്ടുവന്നിരുന്നതും അതുപോലെ തന്നെ തന്ത്രങ്ങളും സ്ട്രാറ്റജീസ് ഫോർ ദ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്, വ്യവസായത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരുന്ന പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു ഇത്. അതാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻറ്റേർണൽ ട്രേഡ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ക്വസ്റ്റ്യനാണ് വന്നു നോക്കിക്കോ, കണ്ടോ. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ദ DPIIT? September 2024 ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. കണ്ടോ, ഇതിൻ്റെ എന്താണ് ആൻസർ? ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻറ്റേർണൽ ട്രേഡ്. കണ്ടോ, ഇൻ്റർനാഷണൽ ട്രേഡ് എന്നൊക്കെ വന്നിട്ടുണ്ട് നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തെറ്റിക്കാൻ പാടുണ്ടോ കുട്ടികളെ? ഇല്ല, ഇൻ്റർനാഷണൽ ട്രേഡ് അല്ല, ഇൻറ്റേർണൽ ട്രേഡാണ് കേട്ടോ. അതായത് ഇന്ത്യയുടെ ഉള്ളിലുള്ള വ്യവസായത്തെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കിയിരുന്നത് അല്ലേ, അതുകൊണ്ടാണ് ഇൻറ്റേർണൽ ട്രേഡ് എന്ന് പറഞ്ഞത് കേട്ടോ. ഫസ്റ്റ് നോക്കിയാൽ ഈ മെത്തനോൾ എക്കോണമി എന്നുള്ള ഒരു പ്രോഗ്രാം ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, ഇനീഷ്യേറ്റീവ് ഓഫ് ദ നിതി ആയോഗ്. അതിനൊന്ന് നമുക്ക് വായിക്കാം. മെത്തനോൾ എക്കോണമി പ്രോഗ്രാം ഇസ് എയിംഡ് അറ്റ് റെഡ്യൂസിങ് ഇന്ത്യാസ് ഓയിൽ ഇമ്പോർട്ട് ബിൽ. അപ്പോൾ ഓയിൽ ഇമ്പോർട്ട് ബില്ലൊക്കെ കുറയ്ക്കണം. അതായത് പെട്രോളും ഡീസലും ആ വക സംഭവങ്ങളൊക്കെയാണല്ലോ ഈ മെത്തനോൾ റീപ്ലേസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ LPG ഗ്യാസിൻ്റെയും പകുതിയും റീപ്ലേസ് ചെയ്യില്ലേ മെത്തനോൾ. അപ്പോൾ പിന്നെ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് കുറയ്ക്കാനും റെഡ്യൂസിങ് ഈ എമിഷൻസ് ഓഫ് ദ GHG ഗ്രീൻ ഹൗസ് ഗ്യാസും പിന്നെ കൺവേർട്ടിങ് കോൾ റിസർവ്സ് ആൻഡ് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് ഇൻ ടു മെത്തനോൾ ആണ് കേട്ടോ. കോൾ റിസർവ്സും മുനിസിപ്പൽ സോളിഡ് വേസ്റ്റും മെത്തനോളിലേക്ക് ആക്കലാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ,
കണ്ടോ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ എയിം ഓഫ് മെത്തനോൾ എക്കോണമി പ്രോഗ്രാമാണ് ചോദിക്കുന്നത്. അപ്പോൾ കൺവേർട്ടിംഗ് കോൾ റിസോഴ്സ് ആൻഡ് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് ഇൻ ടു മെത്തനോൾ അതൊരു എയിമായിരുന്നു അല്ലേ. പിന്നെ റെഡ്യൂസിങ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് അതൊരു എയിം. റെഡ്യൂസിങ് ഇന്ത്യ സോയിൽ ഇമ്പോർട്ടബിൾ അതൊരു എയിം. അപ്പോൾ എയിം അല്ലാത്തത് ഇതാ കൺവേർട്ടിംഗ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഇൻ ടു മെത്തനോൾ അല്ലേ. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഈ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും ഈ പ്രീവിയസ് ഇയർ പേപ്പറൊക്കെ കൂടിയിട്ടുള്ളൊരു മെഗാ മാരത്തോൺ എക്കണോമിക്സിൻ്റെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊക്കെ ഡിസ്കസ് ചെയ്യും. പിന്നെ നെക്സ്റ്റ് ആണ് ദ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി അനൗൺസ്ഡ് ബൈ ദ ഗവൺമെൻറ് ഓൺ 24 ജൂലൈ 1991. അപ്പോൾ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ഭാഗമായിരുന്നു? നരസിംഹറാവു ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വന്നിട്ടുണ്ടായിരുന്ന നമ്മൾ 1991 റിഫോം ഇനീഷ്യേറ്റീവ്സ് ഉണ്ടല്ലോ, റിഫോം ആയിട്ടുള്ള പരിഷ്കാരങ്ങളുണ്ടല്ലോ 1991 വന്ന, അതിൻ്റെ ഭാഗമായിരുന്നു അല്ലേ. എൻ്റെ ക്ലാസ്സിൽ ഞാനിത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഡേറ്റൊക്കെ. അപ്പോൾ ഈ ഡേറ്റ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കണം. പിടിച്ച ക്വസ്റ്റ്യൻ ഓൺ വിച്ച് ഡേറ്റ് വാസ് ദ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി അനൗൺസ്ഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. കണ്ടോ, 24 ജൂലൈ 1991. അപ്പം ഇനിയിപ്പോൾ ഇതൊന്നും അറിയാത്തൊരു കുട്ടിക്കായാലും ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി എപ്പോൾ വന്നു? ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി, ട്രേഡ് പോളിസി, അങ്ങനെ പല പോളിസികളും വന്നത് 1991 റിഫോമിൻ്റെ ഭാഗമായിട്ടല്ലേ. അപ്പോൾ ആ 1991 എന്നുള്ള ഒരു ഇയർ കണ്ടാൽ തന്നെ പിടികിട്ടണം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഈ GVA ഉണ്ടല്ലോ, ഗ്രോസ് വാല്യൂ ആഡഡ് സെയിം ആസ് നമ്മുടെ GDP. പക്ഷേ ഈ GVAയിൽ എന്തുണ്ടാവില്ല? ടാക്സ് ഉണ്ടാവില്ല, ടാക്സ് ഒഴിവാക്കിയിട്ടുള്ളതാണ്. അങ്ങനത്തെ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ അത് പ്രൈമറി സെക്ടറിലും സെക്കൻഡറി സെക്ടറിലും ടെർഷ്യറി സെക്ടറിലും ഉണ്ട് അല്ലേ. അപ്പം അത് ആ ഒരു കണക്കിൽ 3 സെക്ടറിലും ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രൈമറിയിൽ 18.8% ആയിരുന്നു അത്, പിന്നെ സെക്കൻഡറിയിൽ 30% ആയിരുന്നു. പക്ഷേ ടെർഷ്യറി സെക്ടറാണ് ലാർജസ്റ്റ് കോൺട്രിബ്യൂഷൻ ടു GVA തന്നിട്ടുള്ളത്. 53.89% ആണ് തന്നിട്ടുള്ളത്. കാരണം കോവിഡൊക്കെ കാരണം എല്ലാവരും സർവീസ് സെക്ടറിലായി, ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലായി. അതുകൊണ്ടാണ് ടെർഷ്യറി സെക്ടർ ഇത്രയും ബൂസ്റ്റ് ആവാൻ കാരണം. അപ്പം വിച്ച് സെക്ടർ കോൺട്രിബ്യൂട്ട്സ് ലാർജസ്റ്റ് ഷെയർ ടു ദ GVA എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നു. ദാറ്റ് ഈസ് ടെർഷ്യറി സെക്ടർ. എൻ്റെ കുട്ടികൾ, എൻ്റെ അനിയനും അനിയത്തിമാരും ഫുൾ മാർക്ക് വാങ്ങണമെന്നാണ് ടീച്ചർ ആഗ്രഹം. അപ്പോൾ എന്തായാലും എല്ലാ ക്ലാസ്സും കാണാം. മെഗാ മാരത്തോൺ എന്തായാലും അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ മിസ്സാവും. കണ്ടോ, ഇതാണ് ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് പീരീഡ് മോഡേൺ ഇൻഡസ്ട്രിയൽ സെക്ടർ സോ ലോപ്സൈസ്ഡ് ഗ്രോത്ത് വിത്ത് പ്രീപോണ്ടറൻസ് ഓഫ് കോട്ടൺ ആൻഡ് ജൂട്ട് ഇൻഡസ്ട്രി. അത് കാരണമാണ് മോഡേൺ ഇൻഡസ്ട്രിയൽ സെക്ടറൊക്കെ ചെറുതായിട്ടൊന്ന് എന്ന് വെച്ചാൽ ലോപ്പ് സൈസ്ഡായി എന്ന് പറഞ്ഞാൽ ഒന്ന് ചെരിഞ്ഞു പോയി എന്നൊക്കെ പറയില്ലേ. അത് കാരണം ഇതിൻ്റെ ഡോമിനൻസ് കാരണമാണ് കോട്ടണും ജൂട്ട് ഇൻഡസ്ട്രീൻ്റെയും. അപ്പോൾ ആ ക്വസ്റ്റ്യനാണ് എൻ്റെ ഇതിൽ വന്നത്. ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് പീരീഡ് മോഡേൺ ഇൻഡസ്ട്രിയൽ സെക്ടർ സോ ലോപ്സൈസ്ഡ് ഗ്രോത്ത് വിത്ത് ദ ഡോമിനൻസ് ഓഫ് ഡാഷ് ഇൻഡസ്ട്രീസ് കോട്ടൺ ആൻഡ് ജൂട്ട്. കേട്ടോ, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആ പോയിൻ്റ് ഈ സമ്മറിയിൽ മാത്രമേ ഞാൻ കണ്ടുള്ളൂ, ടെക്സ്റ്റിൽ വേറെ എവിടെ ആ പോയിൻ്റ് കാണുന്നില്ല. ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ സമ്മറിയിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ സമ്മറി എന്തായാലും വായിക്കണം. നെക്സ്റ്റ് എൻ്റെ ലക്ഷ്യം സമ്മറി ഇടണം. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള ടെക്സ്റ്റൽ മെറ്റീരിയൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് 100 ക്വസ്റ്റ്യൻസ് എനിക്ക് വേറൊരു മെറ്റീരിയൽ കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ ആ ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്യണം ഈ ചാപ്റ്ററിൽ നിന്ന് തന്നെ. ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്